സോ നമുക്കൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റി അല്ലേ? ഇത്രയും സമയം ചെയ്തിൽ നിന്നൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈസ് 101 എ ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് 13, 24, 35 ആൻഡ് വാട്ട് അബൌട്ട് 101? അപ്പം നമ്മളോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 101 നമുക്ക് കുറച്ചധികം മുന്നോട്ട് പോയാൽ 101 കാണാൻ പറ്റുമോ, അതായത് 101 ഇതിലെ ടേം ആണോ എന്ന്. അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ടേം ഇക്വേഷനിൽ എന്താ ഉള്ളത്? എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ എഫ് കിട്ടി, ഡിയും കിട്ടി. സോ നമുക്ക് എക്സ് എന്നും തന്നിട്ടുണ്ട് അല്ലേ? 101 തന്നിട്ടുണ്ട്, ഒരു ടേം തന്നിട്ടുണ്ട് 101. ഈ 101ന്റെ എൻ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കുക. 101 എ ടേം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ്. നമ്മൾ എ ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എക്സ് എൻ. സോ ഒരു ടേം തന്നിട്ടുണ്ട്, എ ടേം. എത്രാമത്തെ ടേമാന്ന് പറഞ്ഞിട്ടില്ല. എക്സ് എൻ ഈസ് ഈക്വൽ ടു 101 തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കണം ഇത് എത്രാമത്തെ ടേം ആണ് ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ. അതായത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഹിയർ എഫ് ഈസ് ഈക്വൽ ടു 13, ഡി ഈസ് ഈക്വൽ ടു എന്താണ്? 24 മൈനസ് 13. 24 മൈനസ് 13 എന്താ? 11. ഓക്കെ, സോ എക്സ് എൻ എന്താ? 101 ഈസ് ഈക്വൽ ടു 13 പ്ലസ് എൻ അറിയില്ല, എൻ മൈനസ് 1 ഇൻറ്റു 11. ഓക്കെ, 101 ഈസ് ഈക്വൽ ടു 13 പ്ലസ് 11 ഇൻറ്റു എൻ എന്ത് കിട്ടും? 11n. 11 ഇൻറ്റു മൈനസ് 1 മൈനസ് 11. സോ 101 ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? 13 മൈനസ് 11 ചെയ്തൂടെ ഇവിടെ? സോ എന്ത് കിട്ടും? 13 മൈനസ് 11 2 പ്ലസ് 11n. സോ 101, ഈ 2നെ നമുക്ക് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 11n. സോ 101 മൈനസ് 2 എന്ത് കിട്ടും? 99. 99 ഈസ് ഈക്വൽ ടു 11n. സോ ഞാൻ ഇതിനെ മറിച്ച് എഴുതിയെന്നെ. 11n ഈസ് ഈക്വൽ ടു 99. സെയിം തന്നെ, ഈക്വലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് സെയിം അല്ലേ? സോ n ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 99 ഡിവൈഡഡ് ബൈ 11. n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 9. n ഈസ് ഈക്വൽ ടു 9. സോ നമുക്ക് ഡയറക്റ്റ്ലി പറയാം 101 ഈസ് ദ 9th ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ്. സോ 101 ഈസ് ദി 9th term of the arithmetic sequence. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞില്ല, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് വെദർ 1001 ടേം ആണോ? സോ നമുക്ക് എക്സ് എൻ ഒരു ടേം വന്നിട്ടുണ്ട് 101. ഇത് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് അപ്ലൈ ചെയ്യാം. എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എക്സ് എൻ ഈസ് ഈക്വൽ ടു 1001 ഈസ് ഈക്വൽ ടു എഫ് എന്താണ്? സെയിം സീക്വൻസ് തന്നെയാണ്. സോ എഫ് ഇവിടെ സെയിം തന്നെ ആയിരിക്കും. എഫ് ഈസ് 13, ഡി ഈസ് ഈക്വൽ ടു 11. 13 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 11. സോ 1001 ഈസ് ഈക്വൽ ടു 13 പ്ലസ് 11n മൈനസ് 11. നേരത്തെ ചെയ്ത പോലെ തന്നെ 1001 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2 പ്ലസ് 11n അല്ലെ? 13 മൈനസ് 11 ചെയ്യാം, കാരണം ഇവരുടെ കൂടെ n ഒന്നും ഇല്ലല്ലോ. ഫ്രീ ആയിട്ട് നിൽക്കുന്ന നമ്പേഴ്സ് നമുക്ക് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1001 മൈനസ് 2 ഈസ് ഈക്വൽ ടു 11n. സോ 1001 മൈനസ് 2 that is equal to 999 is equal to 11n. സോ ഞാൻ മാറ്റി എഴുതിയാണ്. 11n is equal to 999. n is equal to 999 divided by 11. ചെയ്ത് നോക്കിയേ. 999 divided by 11. ഫസ്റ്റ് 9 ടൈംസ് പോലെ 99, പിന്നെ എന്താ വരാ? 9. സോ 9 0 0 9 താഴേക്ക് എഴുതി, ദെൻ 0.0 അല്ലേ? സോ നമ്മൾ നോക്കുന്ന സമയത്ത് 11നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.8 അങ്ങനെ n ഈസ് ഈക്വൽ ടു 90.8 ഇങ്ങനെ കിട്ടുന്നത്. അതായത് ഒരു ഡെസിമൽ ഫോർമുല കിട്ടുന്നത് അല്ലേ? അതായത് നമ്മളൊരു ഡെസിമൽ ഫോർമുല കിട്ടുന്നത്. എപ്പോഴും ടേം ഒരു നാച്ചുറൽ നമ്പറിന്റെ ഫോർമുല ഉണ്ടാവാം, ലൈക്ക് 1 2 3 4 5 6 7 8 അങ്ങനെ. ഒരിക്കലും ഒരു പോയിന്റോ ഫ്രാക്ഷനോ വരില്ല. ഓക്കെ, നമ്മളിപ്പോൾ സെക്കൻഡ് ടേം എന്നല്ല പറയാം, അല്ലെങ്കിൽ ഹാഫ് ടേം എന്ന് പറയില്ലല്ലോ, പകുതിയുള്ള ടേം അങ്ങനെ പറയില്ല. ഒരു ടേം എന്ന് പറയുമ്പോൾ അതിനെ ഫുൾ ആയിട്ട് പറയുമ്പോൾ സെക്കൻഡ് ടേം, തേർഡ് ടേം. സോ n എന്താ കിട്ടുന്നത്? 90.8. ഒരു നാച്ചുറൽ നമ്പറിന്റെ ഫോർമുല അല്ല കിട്ടുന്നത്. സോ നമുക്ക് എന്ത് പറയാം? നോ 1001 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. നമുക്ക് മേലെ തന്ന സീക്വൻസിൽ ഒരു ടേം അല്ല 1001.
ഇത് എന്തുകൊണ്ടാണ് ടേം ആയത്? ഇത് നല്ലൊരു നമ്പർ ആണല്ലേ, ഒരു നല്ലൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ ഒരു പോയിന്റ് ഇട്ട് ഫ്രാക്ഷൻ ടൈപ്പാണ് വരുന്നത്. അത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യനിലും ഒരു ഫ്രാക്ഷൻ ടൈപ്പാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടുപിടിക്കുന്ന n വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്ത് പറയണം? നോ, ഇറ്റ് ഈസ് നോട്ട് എ ടേം. n ഓൾ ദി ടൈം ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കുക.